ഒന്നാമത്തെ ചോദ്യം, 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതിക്കാണ്. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതി. അടുത്ത ചോദ്യം, US സെനറ്റ് അടുത്തിടെ NIH ഡയറക്ടറായിട്ട് സ്ഥിരീകരിച്ച ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണ്? US സെനറ്റ് അടുത്തിടെ NIH ഡയറക്ടറായിട്ട് സ്ഥിരീകരിച്ച ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജയ് ഭട്ടാചാര്യ. ഡോക്ടർ ജയ് ഭട്ടാചാര്യ. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി മോദി പ്രഖ്യാപിച്ച 2025 അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് വേണ്ടി യോഗ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് വേണ്ടി യോഗ. അടുത്ത ചോദ്യം, സ്പൈസ് ബോർഡിൻ്റെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സ്പൈസ് ബോർഡിൻ്റെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. സ്പൈസ് ബോർഡിൻ്റെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. അടുത്ത ചോദ്യം, 2025 ഏപ്രിൽ 1 മുതൽ 13 വരെ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ദുരന്ത നിവാരണ പരിശീലനത്തിൻ്റെ പേരെന്താണ്? 2025 ഏപ്രിൽ 1 മുതൽ 13 വരെ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ദുരന്ത നിവാരണ പരിശീലനത്തിൻ്റെ പേരാണ് ടൈഗർ ട്രയംഫ്. ടൈഗർ ട്രയംഫ്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്താണ് പരിശീലനം നടക്കുന്നത്. 1500-ലധികം സൈനികർ പങ്കെടുക്കുന്ന ഒരു പരിശീലനമായിരിക്കും ടൈഗർ ട്രയംഫ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ആദ്യ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നുള്ളതാണ്. അത് ഡോക്ടർ HV ഈശ്വറിനാണ്. അറിവിൻ്റെയും ഗവേഷണത്തിൻ്റെയും മേഖലയിലെ സംഭാവനകൾക്കാണ് പുരസ്കാരം നൽകുന്നത്. അടുത്ത ചോദ്യം, RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനായത് ആരാണ്? RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനായത് പൂനം ഗുപ്തയാണ്. പൂനം ഗുപ്ത. അടുത്ത ചോദ്യം, SBI കാർഡിൻ്റെ MDയും CEOയുമായിട്ട് നിയമിതനായത് ആരാണ്? സലീൽ പാണ്ഡെയാണ്. SBI കാർഡിൻ്റെ MDയും CEOയും ആരാണ്? സലീൽ പാണ്ഡെ. ക്രെഡിറ്റ് കാർഡ് മേഖലയിലെ നവീകരണവും ഉപഭോക്തൃ സേവനങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യമായിട്ട് വരുന്നത്. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് ദേശീയ അവാർഡ് ലഭിച്ച സംസ്ഥാനം കേരളം. ബോധവൽക്കരണം, നേരെയുള്ള രോഗനിർണയം, ഫലപ്രദമായ ചികിത്സ എന്നിവയിലൂടെയാണ് നേട്ടം സ്വന്തമാക്കിയത്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ട വയനാടൻ ഭൂപ്രകൃതിയിൽ കണ്ടെത്തിയ പുതിയ തുമ്പി ഇനത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? പശ്ചിമഘട്ട വയനാടൻ ഭൂപ്രകൃതിയിൽ കണ്ടെത്തിയ പുതിയ തുമ്പി ഇനത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് യുഫേയ വയനാഡൻസിസ്. യുഫേയ വയനാഡൻസിസ്. താങ്ക് യു.